ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ എന്തൊരു ചൂടാപ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു സർബത്താണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് പുതിനയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൽക്കണ്ടാണ് കേട്ടോ. ഒരു കപ്പാണെങ്കിലും അത് അരച്ച് കഴിയുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. അത് ഞാൻ 30 രൂപയോളം വന്നിട്ടുണ്ട് പുതിനയുടെ ഇലയ്ക്ക്. അതിൽ നല്ലത് നോക്കിയെടുക്കുമ്പോൾ കുറേ പുതിനയുടെ ഇല കേടാവുമല്ലോ. പിന്നെ കൽക്കണ്ടം 250 ഗ്രാം പൊടിച്ചത്, അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വരാം. ഇത് അരയ്ക്കുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അതിൽ ഇഞ്ചി ഇടാൻ മറന്നു. ഒരു വിരലിൻ്റെ അത്രയും നീളത്തിൽ, അത്രയും തന്നെ വേണ്ട കേട്ടോ. ഇഞ്ചി അരിയാം, ഇതിൽ കൂടെ അരച്ചിട്ട് വരാം. ആദ്യം ഇടേണ്ടതായിരുന്നു, രണ്ടാമത് ഇട്ടുപോയി. അപ്പം അത് അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലോണം അരയണം. ഇതിന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ചൂട് സമയത്ത് നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. ഇതിപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് തുടങ്ങി കുടിക്കാം. നല്ലോണം അരിച്ചെടുക്കാം. പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇത് 1 വർഷം വരെ കേടാവാതിരിക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ ദാഹിക്കണത് അപ്പം ഉണ്ടാക്കാം. പ്രത്യേകിച്ച് അപ്പോൾ പുതിന അന്വേഷിച്ച് നടക്കണ്ട, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ 1/2 ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടി വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പെട്ടെന്ന് അല്ലെങ്കിൽ വറ്റിപ്പോവും, അത് കാരണം കേട്ടോ. ഇനി കുറുക്കിയെടുത്ത് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വെച്ച കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ചില പഞ്ചസാര കഴിച്ച് വെറുതെ അതിന് അസുഖങ്ങൾ കൂട്ടുന്ന വെച്ചിട്ടാണ് കേട്ടോ. ഇതിന് നല്ലോണം ഇളക്കി എടുക്കാം. ഇനി അതിൽ ചേർത്തേണ്ടത് എന്താണെന്ന് പറയാം കേട്ടോ. ലേശം ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇവർ പറഞ്ഞു ഇത്തിരി ചാറ്റ് മസാല ഉണ്ടല്ലോ, അത് ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇട്ടു. പക്ഷെ അത് ഇട്ടതിന് ശേഷം അവർക്കത് ഇഷ്ടമല്ലാണ്ടായി. ഇടണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടണ്ടായിരുന്നു, ഇട്ടുപോയില്ലേ. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ചാറ്റ് മസാല നിങ്ങൾ ഇടണ്ട. അപ്പോൾ ഇത് ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം ഒരു 2 വലിയ നാരങ്ങ, ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ നീര് ഒഴിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം കുപ്പിയിലിട്ട് ഒഴിക്കാം. പ്ലാസ്റ്റിക് കുപ്പിയിലല്ല, ചില്ല് കുപ്പിയിൽ ഒഴിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ 250 ഗ്രാം കൽക്കണ്ടം എടുത്തിട്ടും ഇത്രയൊക്കെ ഉള്ളൂ കണ്ടോ. ചൂടാറിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് കലക്കാം വെള്ളത്തിലിട്ട്. വെള്ളമല്ല കേട്ടോ, അത് ശരിക്കും ഇത് വേണ്ടത് സോഡ ഒഴിക്കണം. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ വെള്ളമാണ് ഒഴിച്ചത്. തണുത്ത വെള്ളം ഒഴിച്ചു. തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുതിന, 2 നാരങ്ങ മുറിച്ചിട്ടുണ്ട്. വല്ല വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ പുതിനയില ഷേക്കോ ജ്യൂസൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് അന്വേഷിച്ചിടക്കണ്ട, ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ കസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2-3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചൂട് സമയത്ത് ഇതൊക്കെ നല്ലതാണല്ലോ. ഇതിലേക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കുറച്ച് പുതിന എടുക്കാം. പിന്നെ പഞ്ചസാര കൂടുതൽ എടുക്കണം കേട്ടോ. കൽക്കണ്ടാവുമ്പോൾ അത് നല്ലതാണല്ലോ, കുട്ടികൾക്ക് നല്ലതാണ്, കഫക്കെട്ടിന് നല്ലതാണ്. ഇത് ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. സോഡയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. സോഡ ഒഴിച്ചാലാണ് ടേസ്റ്റ് കൂടുള്ളൂ. ഇതിപ്പോൾ തണുത്ത വെള്ളമായിപ്പോയി. അല്ലെങ്കിൽ മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ അറിയാത്തവരുണ്ടാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നീലയിലേക്ക് ഒഴിക്കാം കേട്ടോ. 1 ടീസ്പൂൺ വെച്ചിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുടിക്കാം. ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കാം. സൂപ്പറാണത്. ഇതിപ്പോൾ കുറേ നാൾ നമുക്ക് കേടാവാതിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.